സാധാരണ നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളൊക്കെ എടുക്കും. പക്ഷേ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് ഒരു 10 മിനിറ്റ് മാക്സിമം അത്രയേ വരുള്ളൂ. കാരണം ഈ വെബ്സൈറ്റിന് നമുക്ക് പ്രത്യേകിച്ചൊരു കോസ്റ്റുമില്ല. അതുപോലെ നമുക്ക് ഒന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ബിസിനസ് ആവശ്യത്തിനോ പേഴ്സണൽ ആവശ്യത്തിനോ അല്ലെങ്കിൽ നമ്മളുടെ ജോബിൽ റെസ്യൂം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേര് കാർഡ് എന്നാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഫ്രീയും പെയ്ഡുമായിട്ടുള്ള വേർഷൻസ് ഉണ്ട്. ഫ്രീ വേർഷൻ തന്നെ നമുക്ക് മതിയായ സർവീസ് അവർ തരുന്നുമുണ്ട്. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ കാർഡിലുള്ള വെബ്സൈറ്റാണ്. ഇവിടെ ഞാൻ എൻ്റെ കോഴ്സിനെ കുറിച്ചിട്ടും സോഷ്യൽ മീഡിയ ലിങ്കുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും അവസാനം ഇവിടെ മെയ്ഡ് വിത്ത് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാഡ്ജിങ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബാഡ്ജിങ് ആയിട്ടല്ല, ഒരു ടെക്സ്റ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒരു ശല്യവും ഇവരെ കൊണ്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാർഡ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവരുടെ സൈറ്റിൽ വരുന്നു. ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നു. ഫസ്റ്റ് ചൂസ് എ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് കൊടുക്കുന്നു. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് ഡിസൈൻ ചൂസ് ചെയ്യണം എന്നാണ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പല ഡിസൈൻ കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ, ലാൻഡിങ്, ഫോം, അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഫ്രീയും പെയ്ഡുമായിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഉണ്ട്. ടെംപ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഡിസൈനെ എഡിറ്റ് ചെയ്യാം. അതല്ല, നമുക്കൊരു സ്വന്തമായിട്ടൊരു ബ്ലാങ്ക് ഡിസൈൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഡിസൈൻ ചെയ്യുന്നതായിരിക്കും നമ്മുടെ സമയം ലാഭം. അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ടൈം കളയേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഏതെങ്കിലും ഒരു ഡിസൈൻ എടുക്കുക. അതിനനുസരിച്ച് അതിലേക്ക് നമുക്ക് പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കളേഴ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഡെമോ അല്ലെങ്കിൽ ഒരെണ്ണം ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്നു, സെലക്ട് കൊടുക്കുന്നു. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെംപ്ലേറ്റിൻ്റെ ഇമേജ് ഒന്നും ഇല്ലാത്തൊരു വേർഷൻ കാണിച്ചു തരും. ഇവിടെ നമുക്ക് നമ്മളിഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇമേജസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ ചോദിക്കും. നമ്മുടെ ഏതെങ്കിലും ഒരു ഇമേജ് ഞാനിവിടെ ചൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു ഇമേജ് വരുന്നു. ആ ഇമേജിൻ്റെ ഒന്ന് ക്രോപ്പ് ചെയ്യാൻ ചോദിക്കുന്നു. ഇപ്പോൾ ആ ഇമേജ് അവിടെ വന്നു. ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന് താഴേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഇപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് ഒരുപാട് ലിങ്ക്സ് ഒക്കെ കൊടുക്കാനുള്ളവർക്ക് ഈ ഒരു സൈറ്റിൽ വന്നിട്ട് അവരുടെ ഓരോ ലിങ്ക് വേണമെങ്കിലും ഇവിടെ കൊടുത്തിട്ട് ഈ ബട്ടണിൽ അതിന് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരുപാട് ലിങ്കുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് പേസ്റ്റ് ചെയ്യേണ്ട. ഈ ഒരൊറ്റ വെബ്സൈറ്റ് മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഓരോ കണ്ടൻറ്റും ഇവിടെ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഹെഡിങ് ഇതിൽ വന്നിട്ട് ഇതൊന്ന് ബോൾഡ് ആക്കണം. ബോൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയും 2 സ്റ്റാർ, ഇവിടെയും 2 സ്റ്റാർ. ഇപ്പോൾ അത് ബോൾഡായി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിതിനെ ഇറ്റാലിക്സ് ആക്കണമെങ്കിൽ ഇതിൽ 1 സ്റ്റാർ കൊടുത്താൽ മതി. അപ്പോൾ അത് ഇറ്റാലിക്സ് ആയി. ഇനി ഇതിനെ പിന്നെ ബോൾഡ് ഇറ്റാലിക്സ് ആക്കണമെന്നുണ്ടെങ്കിൽ 3 സ്റ്റാർ കൊടുക്കുക. ഓക്കെ, ഇതൊന്നും ഞാൻ കാണാതെ പഠിച്ച് പറയുന്നതല്ല. ഇതിന് തൊട്ട് താഴെ തന്നെ നമുക്ക് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കാർഡിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും അവർ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ എല്ലാം ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിവിടെ സേവ് എന്ന് പറയുന്ന, പബ്ലിഷ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ ചോദിക്കും. അപ്പോൾ ഞാൻ ചുമ്മാ ടെസ്റ്റ് എന്ന് മാത്രം കൊടുക്കുന്നു. അത് കഴിഞ്ഞൊരു ഡിസ്ക്രിപ്ഷൻ ചോദിക്കും. അത് റിക്വയർഡാണ്, അത് ഓപ്ഷണലല്ല, റിക്വയർഡാണ്. ഇറ്റ്സ് എന്നിട്ട് ഇതിന് നമ്മളെടുത്ത് ചോദിക്കുന്നത് പബ്ലിഷ് ടു card.co URL, അതായത് നമ്മുടെ കയ്യിൽ വേറെ ഡൊമെയിൻ ഉണ്ടോ, അല്ലെങ്കിൽ ഡൊമെയിൻ ഇല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഒരു URL തന്നെ ഇത്, അല്ലെങ്കിൽ കാർഡിന് തന്നെ ഒരു URL ഇത് പോസ്റ്റ് ചെയ്യട്ടെ, പബ്ലിഷ് ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആ കാർഡിൻ്റെ URL കൊടുക്കണം. ഇപ്പോൾ ഞാൻ എൻ്റെ പേര് വെച്ചിട്ട് കൊടുത്തതുപോലെ ഇവിടെ ടെസ്റ്റ് എന്ന് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ അത് അവൈലബിൾ ആണോ എന്ന് അവർ ചെക്ക് ചെയ്യും. അപ്പോൾ അവൈലബിൾ അല്ല എന്നുള്ളത്, അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത് ഇതിൻ്റെ താഴെ തന്നെ കാണിക്കും. ഇപ്പോൾ ടെസ്റ്റ് വെബ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതും അവൈലബിൾ അല്ല. ടെസ്റ്റ് വെബ് 1 2 3 കൊടുത്ത് യെസ്, അത് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു. ഇനി ഞാനിത് പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താ ചെയ്യുന്നത്, നേരെ നമ്മുടെ ഒരു വെബ്സൈറ്റായിട്ട് മാറും. ഇങ്ങനെ ചെയ്തു വെച്ച വെബ്സൈറ്റാണ് ഇത്.
അപ്പോൾ ഇത് ഞാനിതിന് ഇവിടെ ഒരു ടെക്സ്റ്റ് കൊടുത്തു, അതുപോലെ ഇമേജ് കൊടുത്തു, അതിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തു, പിന്നെ ഒരു ഇമേജ് ഒരു ബട്ടൺ കൊടുത്തു. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എൻ്റെ വാട്സപ്പിലേക്കാണ് വരിക. ഇവിടെ താഴെ നമ്മൾ വീണ്ടും ബട്ടൺസ് കൊടുത്തു, അതുപോലെ എൻ്റെ ഏറ്റവും താഴെ സോഷ്യൽ മീഡിയ ലിങ്ക്സും കൊടുത്തു. അപ്പോൾ ഈ കാർഡിൽ കയറിയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുണ്ട്. ഇത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിപ്പിച്ച് തരേണ്ട ആവശ്യം തന്നെ ഇല്ല. എങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളിതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ആൾക്കാരുടെ മുമ്പിലേക്ക് എത്താൻ അത് സഹായമാകും. താങ്ക് യു.